ഈ ഒരു കുടപ്പൻ വെച്ചുള്ള ഒരു അടിപൊളി തോരനാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. വാഴപ്പൂവ്, വാഴച്ചൂണ്ട്, വാഴക്കൂമ്പ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഒരു കുടപ്പനിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും ഫൈബറും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഈ ഒരു കുടപ്പൻ കറി വെച്ച് കഴിക്കുന്നത് നല്ലതാണ്. നേന്ത്ര, പാളയംകോടൻ എന്നീ വാഴകളുടെ കുടപ്പനാണ് സാധാരണയായി നാം കറിക്ക് ഉപയോഗിക്കുന്നത്. ഇത് നേന്ത്ര വാഴയുടെ ഒരു മീഡിയം സൈസ് കുടപ്പനാണ്. ആദ്യം ഇതിൻ്റെ ഈ ബ്രൗൺ കവർ നമുക്ക് മാറ്റിയെടുക്കാം. ഈ ഒരു പാകത്തിലാണ് നമ്മളിത് കറിക്കെടുക്കേണ്ടത്. അരിയുന്നതിന് മുമ്പായി ഇത് നന്നായി കഴുകി തുടച്ചെടുക്കണം. അരിഞ്ഞ ശേഷം ഒരിക്കലും കഴുകിയെടുക്കരുത്. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ കയ്യിലെല്ലാം തൂക്കാം. ഇനി ഇതുപോലെ ചെറുതായി കുത്തി അരിയാം. കുടപ്പനിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ രക്തക്കുറവ് അഥവാ അനീമിയ ഉള്ളവർക്ക് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പച്ചക്കറി കടകളിലും സൂപ്പർ മാർക്കറ്റുകളിലും നമുക്ക് ഇന്ന് ഇത് ലഭ്യമാണ്. ഈ ഒരു ഭാഗം കറിക്ക് ഉപയോഗിക്കില്ല. ഇത് കറി വന്നാൽ ഒരു കനപ്പ് ടേസ്റ്റ് വരും. അതുകൊണ്ട് തന്നെ കറിക്ക് അരിയുമ്പോൾ ഈ കട്ടിയുള്ള ഭാഗം പെടാതെ നോക്കണം. ഇതിലേക്ക് ഏകദേശം 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ചെറുതായി തിരുമിയെടുക്കണം. ഇതിൻ്റെ ഈ കറ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതിൽതാ ഇങ്ങനെ കാണുന്ന ഈ നൂലുകൾ നമ്മൾ മാറ്റിക്കളയണം. തോരൻ കഴിക്കുമ്പോൾ ഈ നാരുകൾ ഇതേപടി കിടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ കറയെല്ലാം പോയി തോരൻ ചെയ്യാനുള്ള പരുവത്തിലായിട്ടുണ്ട്. ആദ്യം തന്നെ കടായി ചൂടാക്കിയതിന് ശേഷം 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ തിളച്ചു തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിത്തീരുമ്പോൾ അതിലേക്ക് 10 ചുവന്നുള്ളി, 6 വെളുത്തുള്ളിയുടെ അല്ലി ഇവ ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 6 മീഡിയം സൈസ് പച്ചമുളക് നടുവേ കീറിയത് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഉള്ളിയെല്ലാം പകുതി മൂപ്പാവുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഉള്ളിയെല്ലാം ലൈറ്റ് ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് 1 മുറി നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഒരു കുടപ്പൻ ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അടി പിടിക്കാതിരിക്കാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഇതുപോലെ തെളിച്ചു കൊടുത്ത് മൂടി വയ്ക്കുക. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് കുറച്ചു നേരം ഹൈ ഫ്ലെയിമിൽ വെക്കുക. കടായി ചൂടായി വരുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുടപ്പൻ അടി പിടിക്കാതിരിക്കാനും എല്ലാ ഭാഗവും ഒരേപോലെ വെന്ത് കിട്ടാനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ കുടപ്പൻ ഏകദേശം പകുതി വേവായിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി മൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ കുടപ്പൻ പാകമായിട്ടുണ്ട്. ഇതിൽ വെള്ളമെല്ലാം വറ്റി നന്നായി ഉലർന്നു കിട്ടിയിട്ടുണ്ട്. തോരൻ ഒരിക്കലും വെന്തുടഞ്ഞു പോകരുത്. അപ്പോൾ അതിന് ടെക്സ്ചർ ആകെ മാറിപ്പോകും. ഇനി ഉപ്പെല്ലാം പാകമായോ എന്ന് നമുക്ക് നോക്കാം. ഉപ്പെല്ലാം ഓക്കെയാണ്. ഇപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ.